റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്യുന്ന മൂവീസ് ഒക്കെ എല്ലാവരുടെ ഫേവറേറ്റ്സ് ആണ്. സോ അതുപോലെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് വെൽക്കം ഹോം. ഒരു കിടിലൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ്. സർവൈവൽ ത്രില്ലർ മൂവി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള മൂവീസ് ഒക്കെ പോലെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് മനക്കൊട്ടയുള്ള ആൾക്കാർ കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. കാരണം അങ്ങനത്തെ കുറെ ഹോണർ ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. അതും ഈ ഒരു മൂവി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള റിയൽ ലൈഫ് ഇൻസിഡന്റ് ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് രണ്ട് ലേഡീസ് സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലോട്ട് പോകും. ആ ഒരു വീട്ടിലോട്ട് പോകുന്നതിന് ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ അത് അകപ്പെട്ട് പോയിട്ട് ആ ഒരു ട്രാപ്പ് സിറ്റുവേഷൻ എങ്ങനെ പുറത്തു വരും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഫേസ് ചെയ്താണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു കിട്ടില മൂവിയാണ്. ഓരോ വിഷ്വൽസ് ആയാലും ഓരോ സീൻസ് ആയാലും അത്ര എൻഗേജിംഗ് ആയിട്ടാണ് മൂവി കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനക്കെട്ടിയുള്ളവർ കാണുക. കാരണം നമ്മൾ കാണുന്ന നോർമൽ സർവൈവൽ ത്രില്ലേഴ്സ് പോലത്തെ ഒരു മൂവിയല്ല. ചില സിറ്റുവേഷൻസും അല്ലെങ്കിൽ ചില സീൻസ് ഒക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഹോണ്ട് ചെയ്യും. ഇപ്പൊ മ്യൂസിക് ആയാലും സീനായാലും ആ ഒരു വിഷ്വലായാലും നമ്മളിങ്ങനെ കുറച്ച് കാലത്തേക്ക് നമ്മളെ മനസ്സിൽ തന്നെ കാണും. ആ രീതിയിലാണ് ഈ മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഹോളിവുഡ് മൂവി ആയിട്ടുള്ള മിഡ്സമ്മർ കണ്ടവർക്ക് അറിയാം. ആ ഒരു മൂവിയുടെ ചില വിഷ്വൽസും അല്ലെങ്കിൽ ചില സീക്വൻസ് ആയാലും മ്യൂസിക് ആയാലും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് അതിന്റെ ഒരു സീക്വൻസും മ്യൂസിക് ഒക്കെ പറയുന്നത്. അതേ ഒരു സ്റ്റൈലാണ് ഈ ഒരു എൻറ്റയർ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവി സ്റ്റോറി കിടക്കുന്ന ഒരു വീടിൻ്റെ അകത്താണ്. ആ ഒരു വീടിൻ്റെ അകത്ത് ഒരുപാട് ഒരു താമസമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ചില നേരത്തുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവർ സംസാരമായാലും അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ ചിരി ആയാലും പോലും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഭയങ്കര രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ നടക്കും. ചില കാര്യങ്ങൾ പെട്ടെന്ന് രജിസ്റ്റർ ആവും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ മാറാതെ നിൽക്കുന്നു. അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസും അങ്ങനത്തെ കുറെ സീക്വൻസുള്ള ഈ ഒരു മൂവിയിലുണ്ട്. സോ എന്തായാലും കണ്ടുപോക്കുക. ഒരു കിടില മൂവിയാണ്. സർവൈവൽ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.